ഹലോ, ഇന്ന് ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് കുറേ കാലങ്ങൾക്ക് ശേഷം. കുറേ നാളുകളായിട്ട് വീഡിയോസ് ഇടാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായത് കൊണ്ടാണ് ഇടാൻ പറ്റാത്ത. അപ്പോൾ ഞാൻ ഇന്നൊരു നാടൻ ഞണ്ട് റോസ്റ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തണം. പിന്നെ എല്ലാവരും സേഫായിട്ട് ഇരിക്കുന്നെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കിയിട്ട് വരാം. അപ്പോൾ നല്ല പെടക്കണ ഞണ്ട് കണ്ടപ്പോൾ ഒന്നും നോക്കിയില്ല, നല്ല നാടൻ ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കിയതെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഞണ്ടിനെ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എനിക്കെന്തായാലും പേടിയാണ്. അതുകൊണ്ട് ഞാൻ ഹസ്ബൻഡിനോടും അച്ഛനോടും പറഞ്ഞിട്ടുണ്ട്, അവർ രണ്ടാളിത് ക്ലീനാക്കി തരും. അതിന് ശേഷം അമ്മയാണ് കേട്ടോ ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല നാടനായിട്ട് വെക്കുന്നുണ്ടെങ്കിൽ അമ്മമാർ ഉണ്ടാക്കുന്ന ടേസ്റ്റ് വേറെ തന്നെയല്ലേ. അതുകൊണ്ട് അമ്മയാണ് റോസ്റ്റ് ഉണ്ടാക്കുന്നത്. അമ്മയുടെ കറികളൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ചിക്കൻ കറി ആയാലും ഏത് കറി ആയാലും ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അമ്മ ഉണ്ടാക്കുന്നതല്ലേ നല്ലത്. നമ്മൾ ഞണ്ടിനെ മുറിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഒരാൾ പേടിച്ച് ഇവിടെ കയറി നിൽക്കുന്നുണ്ടോ? ഞണ്ട് ഇറക്കുമെന്ന് പറഞ്ഞിട്ട് ഓടി കയറി നിൽക്കുന്നതാണ് അപ്പൂസ്. അപ്പോൾ നമ്മൾ ഞണ്ടിനെയൊക്കെ നന്നായി വൃത്തിയാക്കി മുറിച്ച് റെഡിയാക്കി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് ഞണ്ട് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മൾ മണ്ണിൻ്റെ ചട്ടിയിലാണ് കേട്ടോ ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കഴുകിയെടുത്ത ചട്ടി ഇവിടെ ഉണ്ട്. ഇനി നമുക്ക് തീ കത്തിച്ച് അടുപ്പിലേക്ക് ചട്ടി വെച്ച് കൊടുക്കാം. എന്നിട്ട് ചട്ടി ചൂടായ ശേഷം നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ നല്ല വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്, നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ ചൂടായ ശേഷം നമുക്കതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് കീറിയതാണ് ഇട്ട് കൊടുത്തത്. ഇനി നമ്മൾക്ക് ഒരു സവാള, ചെറിയൊരു സവാള അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായി അതൊന്ന് വഴറ്റി കൊടുക്കാം. നമുക്ക് ഉള്ളിയും പച്ചമുളകും വഴഞ്ഞു വന്ന ശേഷം നമ്മൾക്കതിലേക്ക് 2 ടേബിൾ സ്പൂൺ കുരുമുളക് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുത്തതാണ്, അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് വെച്ചാൽ തേങ്ങേൻ്റെയും ഈ കുരുമുളകിൻ്റെയും ടേസ്റ്റാണ് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നുള്ളത്. അപ്പോൾ നമുക്ക് കുരുമുളക് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് നമ്മൾക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി നമ്മളിപ്പോൾ ഇവിടെ 1.5 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഗ്രേവി കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം എടുത്തോ. ഇനി നമ്മൾക്കതിലേക്ക് മുളക് പൊടിയും കൂടി ഇടാം. മുളക് പൊടി ഇവിടെ 1.5 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. അത്രയും മതി, കുറച്ചേ ഉള്ളൂ നമ്മളെ ഞണ്ട്, അതുകൊണ്ട് അത്രയും എടുത്തിട്ടുള്ളൂ. എല്ലാം എരിവും എല്ലാം കൂടുതൽ വേണമെങ്കിൽ 2 ടേബിൾ സ്പൂൺ എടുക്കാം. നമ്മൾ ആ കണ്ട ഞണ്ട് ഫുള്ളാക്കിയിട്ടില്ല, കുറച്ച് ഞണ്ട് മാത്രമേ ആക്കിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് കുറച്ച് ക്വാണ്ടിറ്റി മാത്രമല്ല എടുത്തത്. നമ്മൾക്ക് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇത് തിളച്ച് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മളിവിടെ നല്ല നാടൻ ഞണ്ടായതുകൊണ്ട് നല്ല കല്ലുപ്പില്ലേ, അതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ അടുത്തുള്ള ഏതുപ്പായാലും ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഞാൻ വെറുതെ പറഞ്ഞേ ഉള്ളൂ. ഇനി നമുക്കിത് തിളച്ച് വരുന്നത് വരെ ഒന്ന് മൂടി വെക്കാം. അപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട് ഇതിൻ്റെ ഗ്രേവി. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ച ഞണ്ട് ഇട്ട് കൊടുക്കാം. എല്ലാ ഞണ്ടും ഇതിലേക്ക് ഇട്ട ശേഷം നന്നായി ഇളക്കി ഇത് വെന്ത് വരുന്നത് വരെ നമ്മൾക്കിത് മൂടി വെക്കാം. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 സ്പൂൺ വീതം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ മിസ്സായി, അതുകൊണ്ട് അത് കാണിക്കാത്തേ. അതിന് ശേഷമാണ് ഇത് അടച്ച് വെച്ച് വേവിക്കുന്നത്. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. ആഹാ, നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി തേങ്ങ ഇട്ട് കൊടുക്കണം ഇതിലേക്ക്. അപ്പോൾ നമ്മൾ തേങ്ങ ഇട്ട് കൊടുത്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ
പകുതി അരമുറിയില്ലേ, അരമുറിൻ്റെ പകുതി അത്രയേ എടുത്തിട്ടുള്ളൂ, കുറച്ചല്ലേ ഞണ്ടുള്ളൂ, അതുകൊണ്ട് അത്രയേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ കറിവേപ്പിലയും കൂടിയിട്ട് ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റ് അല്ലേ, നല്ല സ്മെല്ലും ആണ്, നല്ല ടേസ്റ്റുമാണ് കറിവേപ്പിലക്ക്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. റോസ്റ്റിൻ്റെ ടേസ്റ്റ് എന്ന് വെച്ചാൽ ആ തേങ്ങേൻ്റെയും ആ കുരുമുളകിൻ്റെയും ആ ചതച്ച കുരുമുളകിൻ്റെ അതിൻ്റെയും കൂടെ ടേസ്റ്റ് വരുമ്പോഴാണ് അതിൻ്റെ ഒരു നല്ലൊരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ നമ്മുടെ അടിപൊളി ഞണ്ട് റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ട് എന്ന് നമ്മുടെ വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യണം. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തണേ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബായ്.